Hello, this is Yeshad Ali. Hope you are all doing great. സോ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് സാലറിയാണ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. വി ആർ മൂവിങ് ടുവേർഡ്സ് സാലറി. അപ്പോൾ ഈ പാർട്ടിൽ, അതായത് ഈ വീഡിയോയിൽ വിൽ ഡിസ്കസ് ഓൾ ദി പ്രൊവിഷൻസ് ഓഫ് സാലറി. നെക്സ്റ്റ് പാർട്ടിൽ വിൽ ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ് ഓഫ് ദി സാലറി. സോ ഞാൻ പറയും പ്രൊവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സീ ദിസ് വീഡിയോ. പ്രൊവിഷൻ എല്ലാം നമ്മൾ നോക്കും. ഈ പ്രൊവിഷൻ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യും. ഓക്കെ, അപ്പം സെറ്റ് ആവും സാലറി. ഓക്കെ, അപ്പൊ നമുക്ക് പല ഹെഡ്സ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതിലെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഹെഡ് സാലറി ആയിരിക്കും. പല ഹെഡ്സും ഉണ്ട് സാലറി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ലോജിക്, ഇൻകം ടാക്സിന്റെ ലോജിക് എങ്ങനെയാണെന്നുള്ളത്, പല ഹെഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൂടെ ഞാൻ ബേസിക് കൺസെപ്റ്റിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പം വാട്ട് ഈസ് മീൻ ബൈ സാലറി? നമുക്ക് ആ ഒരു ബേസിൽ തന്നെ തുടങ്ങാം. അതായത് സാലറി കിട്ടുമ്പം അതൊരു ഇൻകം ആണ്, ഓക്കെ ഫൈൻ. അപ്പൊ അതിന്റെ മുകളിൽ ടാക്സ് അടക്കണം, ഓക്കെ ഫൈൻ. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സാലറി ആണ്, സോ അതിന്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടി വരും, ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ടാക്സ്, സാലറി നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും, അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ കിട്ടും. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ സാലറി, ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ അങ്ങനെ പല സ്ലാബ് ഉണ്ടോ. ബേസിക് സാലറി ഇത്ര, ഡിയർനെസ് അലവൻസ് ഇത്ര, മറ്റ് അലവൻസുകൾ ഇത്ര, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ അവിടെ ഒരു ചോദ്യം വന്ന്, ഈ ബേസിക് സാലറിന്റെ മുകളിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതിയോ? അത് മാത്രമാണ് ഇൻകം? അതായത് അല്ലെങ്കിൽ അലവൻസ് എന്ന് പറയുമ്പോൾ ബത്ത എന്നാ പറയാം മലയാളത്തിൽ, ബത്ത. അതായത് നമ്മൾ എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, എക്സ്ട്രാ കൊടുക്കുന്ന, ഇപ്പം ഹൗസ് റെന്റ് അലവൻസ്. അതിന്റെ സിമ്പിൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എംപ്ലോയറെ എംപ്ലോയ്മെന്റിന് പോകുന്നുണ്ട്, അപ്പൊ അവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പൊ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എനിക്ക് തരിക, വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് തരുന്ന, അതാണ് ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റിനുള്ള ബത്ത. ട്രാവലിംഗ് അലവൻസ്, ട്രാവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ എംപ്ലോയർ തരുന്നത്. അപ്പൊ അതേപോലെ ഉള്ളതാണ് ഈ ബത്ത അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചോദ്യം, അങ്ങനെയുള്ള അലവൻസ് സാലറി, ദാറ്റ് മീൻസ് ഇൻകം ഫ്രം സാലറിയിൽ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കുറെ അലവൻസ്, മെഡിക്കൽ അലവൻസുകളുണ്ട്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്, കുറെ അലവൻസുകളുണ്ട്. പിന്നെ നോക്കുമ്പോൾ അതിന് കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്, ഇത് കേട്ട് കഴിഞ്ഞാൽ സാലറി വിൽ ബി ഓക്കെ ഫൈൻ, ബാക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അലവൻസ് അല്ലാതെ ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കും. ഇപ്പൊ ചിലപ്പോൾ കമ്മീഷൻസ് ഉണ്ടാവും, പല പല കമ്മീഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ കമ്മീഷൻ വല്ലതും വരാന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും എന്താ പറയാ, ഈ സാലറിന്റെ കൂടെ കൂടെ അപ്പൊ ചിലപ്പം സാലറി മാത്രമാവില്ല, ഇത്ര സെയിൽസ് ആക്കി കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ തരാം, ടേൺ ഓവർ ബേസിലൊക്കെ കമ്മീഷൻ ഉണ്ടാവും. പല ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കുന്ന കേട്ടോ ഉണ്ടാവും. അപ്പൊ അതിന് വരുമോ? പിന്നെ ചിലപ്പോൾ ബോണസ് കിട്ടും അല്ലേ? ചില മൊമെന്റിൽ ചില എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ബോണസ് കൊടുക്കും, അല്ലെങ്കിൽ സം ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കും, ഇത്ര ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതും സാലറിയിൽ കൂട്ടണം. അപ്പൊ ഒരു സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി മാത്രമല്ല വരുന്നത്, പല ഐറ്റംസ് അതിൽ വരുന്നുണ്ട്. അപ്പോ അതിനൊക്കെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ സാലറിന്റെ, ഈ ബേസിക് സാലറിന്റെ മുകളിൽ മാത്രം സാലറി ടാക്സ് കൊടുത്താൽ മതി? അപ്പൊ ഇതിന്റെ ആംഗിൾ നോക്കിയാൽ, അതായത് ഭത്തകൾ വരുന്നുണ്ട്, അലവൻസുകൾ വരുന്നുണ്ട്, ഇനി കമ്മീഷൻസ് വരുന്നുണ്ട്, ബോണസ് വരുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സാധനം ഉണ്ട്, പെർക്യൂസിറ്റ് എന്ന് പറഞ്ഞ സാധനം. പല ആളും അത് കാണാപ്പാടെ പഠിക്കാം, പെർക്യൂസിറ്റ് എന്ന് പറയുമ്പോൾ. ആക്ച്വലി പെർക്യൂസിറ്റ് പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. ഈ പല എംപ്ലോയീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോൺ മോണിറ്ററി ആയിട്ട് കുറെ സാധനങ്ങൾ കൊടുക്കും. എക്സാമ്പിൾ ആയിട്ട് ലാപ്ടോപ്പിന് എടുത്തോന്ന് പറയും, ലാപ്ടോപ്പ് എടുത്തോന്ന് പറയും. അപ്പൊ കയ്യിൽ അവിടെ ഉള്ള ലാപ്ടോപ്പ്, അതായത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ഓഫീസിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന ലാപ്ടോപ്പ് എന്ത് ചെയ്യും, എടുത്തോന്ന് പറയും, കൊടുക്കും, വിതൗട്ട് എനി മണി കൊടുക്കും. അപ്പൊ ചോദ്യം, അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ, പെർക്യൂസിറ്റ്സുകൾ ടാക്സ് ചെയ്യണോ, അതായത് ഇൻകത്തിൽ കൺസിഡർ ചെയ്യണോ എന്നുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താ, എങ്ങനെ അതിന്റെ വാല്യൂ കണക്കാക്കും പെർക്യൂസിറ്റിന്റെ? ചോദ്യമാണ്. നോൺ മോണിറ്ററിയാണ്, ക്യാഷ് ആയിട്ട് വരുന്ന കേസ് അല്ല. അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനെ കണക്കാക്കാം? അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ക്ലാസിക് ഉദാഹരണമാണ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അതിന്റെ പേര് തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. എംപ്ലോയർ എനിക്ക് അക്കോമഡേഷൻ തരുന്നു, ചിലപ്പോൾ റെന്റൊന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എംപ്ലോയർ അക്കോമഡേഷൻ തരുന്നു. അപ്പൊ അതിന്റെ ലോജിക്ക് എന്താ? അപ്പൊ അങ്ങനെ അക്കോമഡേഷൻ തരുന്നതും ഞാൻ പെർക്യൂസിറ്റ് ആയിട്ട് കണക്ട് ചെയ്യണം. യെസ്, ഇറ്റ്സ് എ പെർക്യൂസിറ്റ് ആക്ച്വലി. പൈസ ആയിട്ട് തരുന്നില്ല എന്നല്ലോ, അക്കോമഡേഷൻ തരുന്നില്ലേ? ലോജിക്ക് മനസ്സിലായ? വൈ സാലറി ഹെഡ്, എന്താണ് സാലറി ഹെഡ് എന്നുള്ളൊരു പിടുത്തം കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ എളുപ്പം. ഓക്കെ, അപ്പം ഇതേപോലെ കുറേ പെർക്യൂസിറ്റ്, ഇപ്പൊ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അതേപോലെ വേറെ വേറെ ഇപ്പം റെന്റ് ഫ്രീ അക്കോമഡേഷൻ ക്ലാസിക് ഉദാഹരണം. അതായത് ഈ റെന്റ്, എംപ്ലോയർ തന്നിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഞാൻ കയ്യിൽ നിന്ന് റെന്റ് എടുത്ത് താമസിക്കണമായിരുന്നു, ശരിയല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, റെന്റ് ഫ്രീ അക്കോമഡേഷനും എച്ച് ആർ ഐയും ഒരുമിച്ച് വരുമോ? വരൂല. ലോജിക്കലി എങ്ങനെ വരിക? അതായത് എച്ച് ആർ ഐ കൊടുക്കുന്ന ആൾക്ക് എങ്ങനെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കൂല? മനസ്സിലായടാ? എച്ച് ആർ ഐ എന്താ? ഞാൻ റെന്റ് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണമെങ്കിൽ എനിക്ക് എക്സ്ട്രാ തരുന്നതാണ് എച്ച് ആർ ഐ, ഹൗസ് റെന്റ് അലവൻസ്. എംപ്ലോയറിനെ എനിക്ക്
റെന്റ് മീൻസ് അക്കോമഡേഷൻ തരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. മനസ്സിലായി? അപ്പോൾ ആ ഒരു നമ്മളൊരു ആക്ച്വൽ ഒരു സാലറി എംപ്ലോയി വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം ഈ കാര്യം. കാണാപ്പാഠം പഠിച്ചു പോകണ്ട, വെറുതെയാണ് കാണാപ്പാഠം പഠിച്ചു പോകേണ്ട ആവശ്യം. കാര്യം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. അതേപോലെ ഇനിയിപ്പം സാലറി ഒക്കെ കിട്ടി, ബോണസൊക്കെ കിട്ടി, അങ്ങനെ കുറേ അലവൻസുകൾ കിട്ടി, പെർക്വിസിറ്റി ഒക്കെ ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ എല്ലാം ടാക്സ് ചെയ്യേണ്ട ആവശ്യം, ഫുള്ള് ടാക്സ് ചെയ്യണ്ട. അതിനൊക്കെ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് അതാ. അതായത് ഒരു അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ളി ടാക്സബിൾ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പോർഷൻ മാത്രം ടാക്സ് ചെയ്താൽ മതിയോ? അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ആ കാൽക്കുലേഷൻസ് കാര്യങ്ങളാണ് നമുക്കിവിടെ മേജറായിട്ട് പഠിക്കാനുള്ളത്. പെർക്വിസിറ്റും സെയിം ടൈപ്പ്, പല ടൈപ്പിലുള്ള പെർക്വിസിറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ടാക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മൾ റിട്ടയർ ചെയ്യുമല്ലോ. നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ റിട്ടയർ ആയിട്ട് ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കിട്ടും. കുറച്ച് പലതരം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കും, PF പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെന്താ കുറേ സാധനങ്ങളുണ്ട് റിട്ടയർമെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കിട്ടുമ്പം അവിടെയും ടാക്സ് വരും. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, ലംസം എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ പെൻഷൻ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാം. പറഞ്ഞുതരാം പിന്നെ കമ്മ്യൂട്ടർ പെൻഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ പെൻഷൻ കിട്ടുന്നതിന് പകരം നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാം പെൻഷൻ. ആ സമയത്ത് എത്തുമ്പോൾ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കമ്മ്യൂട്ടഡ് പെൻഷൻ, ഗ്രാറ്റുവിറ്റി. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അതിൽ പെൻഷനൊക്കെ മാസം മാസം കിട്ടൂലേ. ഞാൻ പറയാം എനിക്ക് മാസം മാസം തരണ്ട, ലംസമായിട്ട് ഒറ്റ തവണ ആയിട്ട് തന്നാൽ മതി എന്ന് പറയും. അതാണ് കമ്മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ പെൻഷൻ. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലി സംഭവിക്കുന്ന ആടാ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഹ്യൂജ് ബെനിഫിറ്റ്സാണ് കിട്ടുക. ഒറ്റയടിക്ക് ലംസം എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അത് ടാക്സ് ചെയ്യണം അപ്പോൾ തന്നെ. ചോദ്യമാണ്. ഇതൊക്കെ സാലറിയുടെ കീഴിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു എംപ്ലോയി എന്നുള്ള ആംഗിളിൽ വേണം നമ്മളിത് ഫുൾ ചിന്തിക്കാൻ. ഓക്കെ, ഫുൾ ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് സാലറി ഹെഡ് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി. നമുക്ക് ഓരോന്ന് നോക്കി നമുക്ക് പോവാം. അപ്പോൾ ഇതൊരു പ്രൊഫോമാണ്. ഈ പ്രൊഫോം ഒന്ന് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സാലറിയിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ്. സാലറിയുടെ എല്ലാ സംഭവങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, സാലറിയുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കി, ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ഫീസ്, ഇതൊക്കെ വരുന്നതാണ്. പറഞ്ഞ പോയിന്റ്സാണ്. ബോണസ്, PF, ഇത് നമുക്ക് ഇത് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് പഠിക്കാം. PF കോൺട്രിബ്യൂഷൻ ഫ്രം എംപ്ലോയർ, അതിന് 12% സാലറി. നമ്മൾ കാൽക്കുലേഷനാണ് പഠിക്കാം. PF കോൺട്രിബ്യൂഷൻ എങ്ങനെ വരുന്നത്, സാലറിയുടെ ഇൻട്രസ്റ്റ് ആണ്. PF പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ? അപ്പോൾ 12% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. എക്സസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകം എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കാം, ആ സമയത്ത് പഠിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മേലെ കൂടെ പോകുന്നേ ഉള്ളൂ. പിന്നെ അലവൻസുകൾ കൂട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ അലവൻസ് കൂട്ടുമ്പോൾ നമുക്കൊരു എക്സംഷൻ പോർഷൻ ഉണ്ട്, ഇത് കുറക്കാം. ഫുൾ അലവൻസ് ടാക്സ് ചെയ്യേണ്ട, ഒരു എക്സംപ്റ്റ് പോർഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറക്കാം. ആ എക്സംപ്റ്റ് പോർഷൻ എങ്ങനെ കണ്ടെത്തുക, അതൊക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പിന്നെ പെർക്വിസിറ്റിൻ്റെ ടാക്സബിൾ വാല്യൂ. പെർക്വിസിറ്റും ഫുൾ വാല്യൂ എന്തല്ല, ടാക്സബിൾ അല്ല. അതിനും കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യാം, കുറക്കാം. അതെങ്ങനെ കുറക്കാം, അതെങ്ങനെയാണ് അതിനെ കണ്ടത്. പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻസ് ഉണ്ട്, ലീവ് ട്രാവൽ ബെനിഫിറ്റ്സ്, ആ സംഭവങ്ങൾ. അതിലും എക്സംഷൻ പ്രൊവിഷൻ ഉണ്ട്. ഗ്രാറ്റുവിറ്റി ഉണ്ട്. ഓക്കെ, ഗ്രാറ്റുവിറ്റിയിലും സർവീസിലിരിക്കെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നവരുണ്ട്. അത് ഫുള്ളി ടാക്സബിൾ ആട്ടോ. സർവീസിലിരിക്കെ ഗ്രാറ്റുവിറ്റി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ. റിട്ടയർമെൻറ്റിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എക്സംഷൻ വരുന്നുണ്ട്, അത് പഠിക്കണം. പെൻഷൻ്റെ കേസിൽ തന്നെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്, കമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ തന്നെ മാസം മാസം കിട്ടുന്ന പെൻഷൻ. അപ്പം അത് ഫുള്ളി ടാക്സബിൾ, അതായത് മാസം സാലറി കിട്ടുന്ന പോലെ തന്നെയാണ് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ എക്സംഷൻ, കമ്പ്യൂട്ടർ പെൻഷൻ ആകുമ്പോൾ എക്സംഷൻ വരുന്നുണ്ട്. പിന്നെ ലീവ് എൻഗാജ്മെൻറ്റ്, ലീവ് എടുക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാം, ലീവ് എൻഗാജ്മെൻറ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. അല്ല റിട്ടയർമെൻറ്റ് സമയത്താണെന്നുണ്ടെങ്കിൽ എക്സംഷൻ വരുന്നുണ്ട്. അവിടെ എത്രയുള്ള ടാക്സ് ഇത് പഠിക്കാൻ. ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത്, അലവൻസിനേക്കാൾ ഏറ്റവും വലുത് വരുന്നത് പെർക്വിസിറ്റാണ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് സിംപ്ലി പെട്ടെന്ന് പഠിക്കാൻ പറ്റും, വലിയ പ്രശ്നമില്ല. പക്ഷേ പെർക്വിസിറ്റാണ് അത്യാവശ്യം ഒരുപാടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാം. പിന്നെ വരുന്നത് ഡിഡക്ഷൻസാണ്. അതായത് സാലറി നമുക്ക് എന്തൊക്കെ ഡിഡക്ട്, ഇതാണ് ഇങ്ങനെ കിട്ടുന്നതാണ് ഗ്രോസ് സാലറി, മൊത്തം സാലറി. ഓക്കെ, മൊത്തം ടാക്സ് ചെയ്യാൻ പറ്റുന്ന സാലറി. ഇനി അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സെക്ഷൻ 16 ഡിഡക്ഷൻസ് വരുന്നത്. സെക്ഷൻ 16 എന്തൊക്കെ ഡിഡക്ഷൻസാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നുണ്ട്, 2 റെജീമിലും ഓരോന്നാണ് പഠിക്കാം. പിന്നെ പ്രൊഫഷണൽ ടാക്സ് ഓർ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വല്ലതും, എംപ്ലോയ്മെൻറ്റ് ടാക്സ് വല്ലതും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അതും ഡിഡക്ട് ചെയ്യാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷൻസിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്നതാണ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഈ ഒരു റൂട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അലവൻസുകൾ എങ്ങനെ ടാക്സ് ചെയ്യാം, പെർക്വിസിറ്റുകൾ എങ്ങനെ ടാക്സ് ചെയ്യാം, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എങ്ങനെ ടാക്സ് ചെയ്യാം. ഇത്രയും കണ്ടൻസ് ആണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക അവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ഏത് ആംഗിളിലാണ് ഡിസ്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് റെജീം, അതായത് നോർമൽ റെജീം ആംഗിളിലായിരിക്കും. അതായത് ഈ ന്യൂ റെജീം ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾക്ക് മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പറയാം, വിൽ ഡിസ്കസ് ലേറ്റർ. അലവൻസിൻ്റെ കേസിലൊക്കെ നമുക്ക് എല്ലാ എക്സംഷൻസും അലവബിൾ അല്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ നോർമൽ റെജീം ഫുൾ എല്ലാ ഡിഡക്ഷൻസും എല്ലാ അലവൻസിൻ്റെ എക്സംഷൻസും ഒക്കെ എടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. സോ സെക്ഷൻ 15ലാണ് നമ്മളെ ചാർജിങ് സെക്ഷൻ പറയാം. എല്ലാത്തിലും ചാർജിങ് സെക്ഷൻ ഉണ്ടാവും. സെക്ഷൻ 28 BGPയുടെ സെക്ഷൻ ചാർജിങ് സെക്ഷൻ. അതേപോലെ സെക്ഷൻ 15 നമ്മളെ ഇൻകം ഫ്രം സാലറിയുടെ ചാർജിങ് സെക്ഷൻ. ഓക്കെ, അത് ഞാൻ വായിക്കുന്നില്ല. ഡ്യൂ ഓർ റിസീറ്റ് ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടാക്സ് ചെയ്യുക. അതായത് കിട്ടുന്ന ബേസിലോ അല്ലെങ്കിൽ ആവുന്ന അക്രൂവൽ ബേസിലോ നമ്മൾ സാലറിയുടെ ടാക്സ് അടക്കേണ്ടി വരും. വിച്ച് വെരി ഏർലിയർ ആണ്. ഓക്കെ, ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയയിലോട്ട് അങ്ങനെ ബേസിക് കൺസെപ്റ്റ്സ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അതിലോട്ട് വല്ലാണ്ട് ഞാൻ അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് വേണം. ഫുൾ ടൈമോ പാർട്ട് ടൈമോ ആയാലും ഒക്കെ സാലറി ചെയ്യും. പിന്നെ അതുപോലെ ഈ വെയ്വർ ചെയ്ത് കഴിഞ്ഞാൽ അത് സാലറിനെ അഫക്ട് ചെയ്യാതിരിക്കുന്നു. അതായത് വൺസ് സാലറി അക്രൂ ചെയ്ത് സാലറി, പക്ഷേ സബ്സിക്വൻ്റ്ലി വെയ്വർ ചെയ്തു ബൈ ദി എംപ്ലോയി ഡസ് നോട്ട് അബ്സോൾവ് ഹിം ഫ്രം ലയബിലിറ്റി ടു ഇൻകം ടാക്സ്. അപ്പോൾ വെയ്വർ നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ, അങ്ങനെ പറയുന്നത്. ഓക്കെ, ചാർജബിൾ ടു ടാക്സ് ആണ്, പക്ഷേ അക്രൂ ആയാൽ ടാക്സബിൾ ചെയ്യും. ഓക്കെ, പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് നമുക്ക് അത് വേണ്ട, നമുക്ക് അലവൻസിലോട്ട് ഡയറക്റ്റ്ലി പോകാം. ഓക്കെ, അലവൻസുകൾ എങ്ങനെയാണ് ടാക്സ് ചെയ്യുക? അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ കാണിച്ചിട്ടുള്ള നോക്കിയേ അലവൻസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ എക്സംഷൻ ഏരിയ എങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും. ആ റെന്റ് കൊടുക്കുന്നതിന് ബദലായിട്ട് എംപ്ലോയർ എനിക്കൊരു എമൗണ്ട് തരുന്നുണ്ട് മാസം സാലറിയുടെ കൂടെ തരുന്ന, ഇതൊക്കെ സാലറിയുടെ കൂടെ എനിക്ക് കിട്ടുന്ന ഹൗസ് റെന്റ് അലവൻസ് എന്നിട്ട് ഒരു എമൗണ്ട് എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് ടാക്സ് ചെയ്യണോ അതോ അതിന് എന്തെങ്കിലും എക്സംഷൻ ഉണ്ടോ എന്ന ചോദ്യം. ഫുള്ള് ടാക്സ് ചെയ്യണോ അതോ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒരു പറയുന്നത് എക്സംഷൻ അവൈലബിൾ അല്ല. അപ്പോൾ ഇതാണ് എക്സംഷൻ. പക്ഷേ എക്സംഷൻ അവൈലബിൾ അല്ലാത്ത ഏതൊക്കെ കേസ് നോക്കാം. എക്സംഷൻ ഈസ് നോട്ട് അവൈലബിൾ ടു എൻ അസസി ലീസ് ഇൻ ഹിസ് ഓൺ ഹൗസ് ഓർ ഇൻ എ ഹൗസ് ഫോർ വിച്ച് ഈസ് നോട്ട് പെയ്ഡ് റെന്റ്. അതായത് എടാ ഈ ഹൗസ് റെന്റ് അലവൻസ് തരുന്നത് എന്തിനാണ്? അതിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ റെന്റായിട്ട് അടക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. ശരിയല്ലേ? ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ഞാൻ എന്തിനാണ് റെന്റ് കൊടുക്കുന്നത്? റെന്റ് കൊടുക്കുന്നില്ലല്ലോ, റെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഹൗസ് റെന്റ് അലവൻസ് എന്ത് എക്സംഷൻ തരാനില്ല? ഹൗസ് റെന്റ് അലവൻസ് തരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താ? നിങ്ങൾ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ, അവിടെ എക്സംഷൻ തരൂല, കാരണം റെന്റ് കൊടുക്കുന്നില്ലല്ലോ. ഇനി ഇതിലെ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ആൾക്കാർ എന്താ ചെയ്യാന്ന് അറിയത്? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് പ്രാക്ടിക്കലാണ്. ഇത് എങ്ങനെ ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ടോ, ഇത് എക്സംഷൻ എങ്ങനെ എടുക്കാൻ പ്രാക്ടിക്കലി എന്നുള്ള കള്ളത്തരം കാണിച്ചു തരാം. അതായത് ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ, എൻ്റെ വീട് എൻ്റെ ഫാദറിൻ്റെ പേരിലാണ്. എനിക്ക് ഹൗസ് റെന്റ് അലവൻസ് എൻ്റെ ഓഫീസിൽ നിന്ന് എംപ്ലോയർ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്കത് എക്സംഷൻ എടുക്കണം. അപ്പോൾ ഇതിനുള്ള വേ എന്താ? ഞാൻ റെന്റ് കൊടുത്താൽ പോരെ. അപ്പോൾ ഞാനും എൻ്റെ ഫാദറും തമ്മിൽ ഒരു റെന്റ് എഗ്രിമെന്റ് ചെയ്തു. മാസം ഞാനൊരു ഇത്ര രൂപ ഞാൻ വാടക തരുന്ന എൻ്റെ വീട്ടിൽ നിൽക്കാൻ എന്നുള്ള രീതിയിൽ റെന്റ് എഗ്രിമെന്റ് എഴുതി 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ, ഇപ്പം 500 സ്റ്റാമ്പ് പേപ്പർ, 500 രൂപയുടെ കേരള സ്റ്റാമ്പ് ആക്ട് അനുസരിച്ച് 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഞങ്ങൾ അതിൻ്റെ എഗ്രിമെന്റ് എഴുതി. എന്നിട്ട് മാസം ഞാനൊരു 10,000 അല്ലെങ്കിൽ 8,000 എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് മീൻസ് ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നു, അത് ഞാൻ തന്നെ പിൻവലിക്കുന്നുണ്ടാവും സംതിങ്. ഓക്കെ, അപ്പം ഞാനിവിടെ വാടക കൊടുക്കുന്നുണ്ട്. ഫാദറിനാണെങ്കിലും വാടക കൊടുക്കുന്നുണ്ട്. എൻ്റെ വീടല്ലല്ലോ, ഫാദറിൻ്റെ വീടാണ്. വാടക കൊടുക്കുന്നുണ്ട്. റെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്, അപ്പുറത്തെ ആൾ റിസീവ് ചെയ്യുന്നുണ്ട്. സോ ഹൗസ് റെന്റ് അലവൻസിൻ്റെ എക്സംഷൻ ഒക്കെ എടുക്കാൻ പറ്റുമോ? പറ്റും. ഇങ്ങനെയാണ് പ്രാക്ടിക്കലി പല ആൾക്കാരും എക്സംഷൻ എടുക്കാറ്. കുറേ കേസ് അങ്ങനെ എടുക്കാറ്. അപ്പോൾ അവിടെ പ്രൂഫിന് എന്തുണ്ട്? ഞാൻ റെന്റ് പേ ചെയ്യുന്നതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഹൗസ് റെന്റ് എഗ്രിമെന്റും ഉണ്ട്. അപ്പോൾ എല്ലാം പോസിബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ എടുക്കാം എന്ന് പറയുന്ന എക്സംഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ ക്ലയൻസിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കറക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് അല്ലേ, പാരന്റിന് വാടക വാങ്ങാൻ പറ്റുമോ? യെസ്, അഫ്കോഴ്സ് വാങ്ങാം. അവിടെ ആ റിലേഷൻഷിപ്പിന് പ്രശ്നമില്ല. അപ്പോൾ ലീഗലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലീഗൽ ആക്ച്വലി, ഒരു കുഴപ്പമില്ല. ഓക്കെ, റെന്റഡ് പ്രിമൈസ് ആണെങ്കിൽ എക്സംഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൺ ഹൗസ് എൻ്റെ വീട്, എൻ്റെ ഫാദറിൻ്റെ വീട് തന്നെ എൻ്റെ വീട് തന്നെയാണ്. പക്ഷേ ഫാദറിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ എൻ്റെ ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്നോട് രക്ഷയില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായി? അപ്പോൾ എൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ്, ഞാൻ എനിക്ക് തന്നെ വാടക കൊടുക്കില്ല, അപ്പോൾ പറ്റില്ല, അപ്പോൾ എക്സംഷൻ കിട്ടില്ല. ഓക്കെ, ഐ തിങ്ക് ആ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റെന്റ് കൊടുക്കുന്ന യഥാർത്ഥത്തിലുള്ള കേസ് ആണെങ്കിൽ ലോവർ ഓഫ് ദി ഫോളോയിങ് എന്ത് ചെയ്യാം, എക്സംഷൻ ആയിട്ട് എടുക്കാം. ഒന്ന്, എത്രയാണോ ആക്ച്വലി HRA കിട്ടിയത്, നമുക്ക് കിട്ടിയ HRA അത് ലോവറാണ് ഒന്നത്. രണ്ടാമത്തത്, റെന്റ് പേ ചെയ്ത് എത്രയാണോ അതിൽ നിന്ന് 10% ഓഫ് സാലറി മൈനസ് ചെയ്യുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാൽക്കുലേഷൻ. ആക്ച്വലി നമ്മുടെ ആക്ട് പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ ആണ്, ഡു ഇറ്റ്. ഓക്കെ, ആക്ച്വലി റെന്റ് പേ ചെയ്ത് വർഷം എത്ര മൈനസ് സാലറി എത്രയാണോ അതിൻ്റെ 10%. ഈ സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഈ സാലറി വാട്ട് ഇറ്റ് മീൻ ബൈ ദിസ് സാലറി. ഓക്കെ, ഇനി മൂന്നാമത്തെ പറയുന്നത് 50% അല്ലെങ്കിൽ 40% ഓഫ് സാലറി. ഈ മൂന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 50% എന്ന് പറയുമ്പോൾ മെട്രോ സിറ്റീസിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ 50%,
വേറെ ഏതെങ്കിലും സിറ്റീസ് ആണെങ്കിൽ 40% ഓഫ് സാലറി. ഈ 3 കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും കുറവ് ഏതാണോ അത് നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സാലറി ഇപ്പോൾ 2 കേസ് 2 പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി വരുന്നുണ്ട്. അടുത്ത കേസിൽ 50 ഓർ 40% ഓഫ് സാലറി വരുന്നുണ്ട്. അപ്പോൾ ഈ സാലറി എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് അടുത്ത ചോദ്യം. ഇതാ സാലറിയിൽ കൂട്ടേണ്ടത് ഇത്രയേ ഉള്ളൂ. ബേസിക് പ്ലസ് DA റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇൻ ടേംസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സാധനം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇൻ ടേംസ് ആണ് DA ഇൻ ടേംസ് എന്നാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആറിന് ഉദ്ദേശിക്കുന്നത് ഇൻ ടേംസ്. ഓക്കെ, ദാറ്റ് മീൻസ് അത് ഇപ്പോൾ തന്നെ പറയാം. അതായത് ഈ ഡിയർനെസ് അലവൻസ് റിട്ടയർമെന്റിൽ എന്തുണ്ട്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന്റെ കൂടെ വിൽ ബി ഇൻക്ലൂഡഡ് ദിസ് ഡിയർനെസ് അലവൻസ്. ദാറ്റ് മീൻസ് ഈ ഡിയർനെസ് അലവൻസിന് അവിടെ ഒരു പങ്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയുന്നത് DA ഇൻ ടേംസ്. ഓക്കെ, ദെൻ കമ്മീഷൻ ആസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. നമ്മളെ ടേൺ ഓവറിന്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷനും പറയുന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ടുള്ളതാണ് സാലറി. വേറെ ഒന്നും കൂട്ടൂലേ, വേറെ ഒരു അലവൻസ് കൂടെ കൂട്ടുന്നില്ല, വേറെ ഒന്നും കൂട്ടുന്നില്ല. സാലറി, ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് കമ്മീഷൻ ഓൺലി. ഇവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും എടുക്കൂല. സോ ഈ ഒരു പിക്ചർ ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഔട്ട്സ്റ്റാൻഡ് അലവൻസിന്റെ കാൽക്കുലേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർ ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്, ഔട്ട്സ്റ്റാൻഡ് അലവൻസിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇവിടെ നോക്കേണ്ടതാണ്, ഒന്ന് ആക്ച്വൽ HR റിസീവ് ചെയ്ത് എത്രയാണ്, റെന്റ് പേ ചെയ്തതെന്ന് 10% ഓഫ് സാലറി മൈനസ് ചെയ്യുക. മെട്രോ സിറ്റി ആണെങ്കിൽ 50 ആൻഡ് അതർ സിറ്റീസ് ആണെങ്കിൽ 40. ഓക്കെ, ഔട്ട്സ്റ്റാൻഡ് അലവൻസ് ഓവർ. ഓക്കെ, യെസ്. അടുത്തത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ഇനിയുള്ളതൊന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഞാൻ പറയുന്നുണ്ട്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫിക്സഡ് പറയാണ് 100 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു 12 ചിൽഡ്രൻ. 2 കുട്ടികൾക്ക് വരെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന്റെ എക്സംഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എംപ്ലോയർ കുറേ പൈസ തരുന്നുണ്ടോ, ഒരു അലവൻസ് തരുന്നുണ്ടോ. അപ്പോൾ അതിൽ എത്ര എക്സംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു 100 രൂപ പെർ മന്ത് വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് വരെയുള്ള. ഇപ്പോൾ 3 കുട്ടികൾക്കുള്ള ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എംപ്ലോയർ എനിക്ക് തരുന്നുണ്ട്. 3 കുട്ടികളുടെ എനിക്ക് എടുക്കാൻ പറ്റുമോ, ഇല്ല. 2 കുട്ടികൾക്ക് വരെയുള്ള എടുക്കാം. അത് എത്ര വരെ എടുക്കാം, 100 രൂപ പെർ മന്ത് വെച്ചിട്ട് പെർ ചൈൽഡിന് എടുക്കാം. മാക്സിമം അലോ ചെയ്ത ബെനിഫിറ്റ് എത്രയാണ്, അപ്പം 100 ഇൻറ്റു 12 ഇൻറ്റു 2, അതായത് 2400 കിട്ടും മാക്സിമം. ഓക്കെ, ദെൻ ഹോസ്റ്റൽ എക്സ്പെൻസ് അലവൻസ്. ഹോസ്റ്റൽ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ്റെ ഹോസ്റ്റലിൻ്റെ എക്സ്പെൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ എക്സ്പെൻസ് തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ 300 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു 12 ചിൽഡ്രൻ. 300 പെർ മന്ത് 300 വെച്ചിട്ട് ഒരു കുട്ടിക്ക് കിട്ടും. ഒരു 2 കുട്ടി, ഒന്നും കുട്ടി മാക്സിമം 2 കുട്ടികളെ കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് അലവൻസ് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, ഹാൻഡിക്യാപ്ഡ് എംപ്ലോയിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാവർക്കും കിട്ടില്ല. ആ എംപ്ലോയി ഹാൻഡിക്യാപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്നതിൽ പ്രശ്നമില്ല. എക്സംഷനാണ് പ്രശ്നം കേട്ടോ. ട്രാൻസ്പോർട്ട് അലവൻസിന്റെ എക്സംഷൻ എല്ലാവർക്കും കിട്ടൂല. നോ എക്സംഷൻ ഇറ്റ് അലൗട്ട് എനി അതർ എംപ്ലോയീസ്. വേറെ എംപ്ലോയീസിനൊന്നും എക്സംഷൻ കിട്ടത്തില്ല. ഓക്കെ, അത് എത്ര എമൗണ്ട്, 3200 പെർ മന്ത്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കേണ്ടി വരാം സാർ. വേറെ നിവൃത്തിയില്ല, ഓർത്ത് വെക്കേണ്ടി വരും. വേറെ ഒരു നിവൃത്തിയില്ല. ആ ഇതൊരു ലോ അല്ലേടാ, നിയമമല്ലേ. സോ നിയമത്തിന്റെ കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരും എക്സാം. അപ്പോൾ പക്ഷേ ഇത് ശീലമാവില്ല. എപ്പോഴാണെന്ന് അറിയുമോ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കാര്യം ഓട്ടോമാറ്റിക്കലി ഓർമ്മയിൽ വരും. 2-3 ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും, പിന്നെ ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് എന്റർടൈൻമെന്റ് അലവൻസ് അടുത്ത്. ഓക്കെ, എന്റർടൈൻമെന്റ് അലവൻസ്. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് ആർക്ക് മാത്രമേ ഇട്ടു, ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസിന്. എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ് ഫുള്ളി ടാക്സബിൾ ആൻഡ് ഈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ സാലറി. ദെയർആഫ്റ്റർ ഡിഡക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഗ്രോസ് സാലറി. അതായത് എന്റർടൈൻമെന്റ് അലവൻസ് നിങ്ങൾ മേലെ കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്റർടൈൻമെന്റ് അലവൻസ് സെക്ഷൻ 60 നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം, ഓൺലി ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. സോ ഇത് ആക്ച്വലി ഇത് സാലറിന്റെ കൂടെ ആഡ് ചെയ്യും സാലറി. പക്ഷേ ഇത് ആർക്ക് മാത്രമേ ഡിഡക്ഷൻ ഉള്ളൂ, ഡിഡക്ഷൻ ഈസ് അലവബിൾ ടു ഗവൺമെന്റ് എംപ്ലോയീസ് ഓൺലി. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഡിഡക്ഷന്റെ എമൗണ്ട് എങ്ങനെയാണ് പറയുന്നത്, ആക്ച്വൽ എത്രയാണോ റിസീവ് ചെയ്തത് അത്, അല്ലെങ്കിൽ ബേസിക് സാലറിയുടെ 1/5 അല്ലെങ്കിൽ 5000. ഇതിലേതാണോ കുറവ് അതുവരെ മാക്സിമം എന്റർടൈൻമെന്റ് അലവൻസിന്റെ ഡിഡക്ഷൻ കിട്ടും. ആസ് പെർ സെക്ഷൻ 60 ഡിഡക്ഷൻ എടുത്തത്. ഓക്കെ, സോ എന്റർടൈൻമെന്റ് അലവൻസ് ആർക്ക് മാത്രമേ കിട്ടൂ, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടൂ. കഴിഞ്ഞു. 6th one, special allowances. Special allowances or benefit specifically granted to meet expense exclusively in the performance of the duties. For the allowance under this category, there is no limit on the amount which can receive from the employer, but whatever amount is received should be fully utilized for the purpose for which it was to be given. Amount not listed will be taxable. അതായത് ഇവർ പറഞ്ഞാൽ ഇപ്പോൾ താഴെയുള്ള ഓരോ അലവൻസുകളില്ലേ, ആ അലവൻസുകളൊക്കെ എന്താ പറയുക, ആ റെസ്പെക്റ്റീവ്. ഇപ്പോൾ ട്രാവലിംഗ് അലവൻസ് ടു മീറ്റ് ദി ട്രാവലിംഗ് കോസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഇപ്പം എന്താ പറയുക, ഒരു 10,000 കിട്ടി. ഓക്കെ, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തത് 5000 മാത്രം. അപ്പോൾ ബാക്കി 5000 ഇല്ലേ, അത് ടാക്സബിൾ ആവും. അപ്പോൾ യൂട്ടിലൈസേഷൻ അനുസരിച്ചിട്ടാണ് ഈ സ്പെഷ്യൽ അലവൻസുകൾ നിൽക്കുന്നത്.
ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആവും. കുറച്ച് യൂട്ടിലൈസ് ചെയ്യാത്ത എമൗണ്ട് നോട്ട് യൂട്ടിലൈസ്ഡ് വിൽ ബി ടാക്സിബിൾ നോക്കിയാൽ മതി. എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാത്ത ഭാഗം ടാക്സിബിൾ ആയിരിക്കും. അപ്പോൾ ടാക്സിബിൾ അലവൻസ് ഇസ് ഈക്വൽ ടു അലവൻസ് റിസീവ്ഡ് ലെസ് എമൗണ്ട് ആക്ച്വലി സ്പെൻഡ്. പക്ഷെ പ്രാക്ടിക്കലി ഇതൊക്കെ ചെയ്യുമോ സാറേ? ഇങ്ങനെ എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് ഒക്കെ നോക്കിയിട്ട് ആര് ഫുള്ളി എടുക്കാറുണ്ട് സാധാരണ ആണ് എൻ്റെ ഒരു അറിവ് കിട്ടുക. എൻ്റെ ഇതൊക്കെ അധികം ഫുള്ളി ചിലവായി എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെക്ക് ചെയ്യാൻ നോക്കുക നമ്മളെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നെവർ. ഇപ്പോൾ ട്രാവലിംഗ് അലവൻസ് വരും, ഡെയിലി അലവൻസ് വരും, കൺവെയൻസ്, ഇതൊക്കെ എന്തിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഹെൽപ്പർ അലവൻസ് വരും, റിസർച്ച് അലവൻസ്, യൂണിഫോം അലവൻസ്. ഓക്കെ, സോ പലതരത്തിലുള്ള അലവൻസുകൾ കിട്ടും. ഇതൊക്കെ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കും. ഇനി an employee being an officer professional 115 BSc would be entitled to exemption only in respect of traveling, daily allowance and conveyance. 115 BSc എടുക്കുന്നവർക്ക് ഏത് മാത്രമേ അലവൻസ് മാത്രമേ കിട്ടുള്ളൂ? ഇതിൽ മേലെ പറഞ്ഞതിൽ ട്രാവലിങ്ങും ഡെയിലി അലവൻസും കൺവെയൻസ് അലവൻസും മാത്രമേ മേലെ പറഞ്ഞതിൽ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. ഓക്കെ, പിന്നെ പറയുന്നത് ഫുള്ളി ടാക്സിബിൾ അലവൻസ്. ഇതൊക്കെ ഫുള്ളി ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സിബിൾ ആണ്, ഓവർ ടൈം അലവൻസ് ഫുള്ളി ടാക്സിബിൾ ആണ്, ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ഇത് പെർക്വിസിറ്റ് അല്ല ഫുള്ളി ടാക്സിബിൾ ആണ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഫുള്ള് എടുത്തോണ്ടി, ഒന്നും നോക്കണ്ട. പക്ഷേ പ്രൊജക്ട് അലവൻസ്, സെർവൻറ്റ് അലവൻസ്, ടിഫിൻ അലവൻസ്, എനി അതർ ക്യാഷ് അലവൻസ്, വാർഡൻ അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, പിന്നെ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ള, അതായത് നീ പറഞ്ഞ ഇതൊക്കെ ഫുള്ളി എക്സംപ്റ്റാണ്. സുപ്രീം കോർട്ട് ഹൈക്കോടതി ജഡ്ജസിനുള്ള അലവൻസ്, യുണൈറ്റഡ് നെറ്റ് ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും അലവൻസ്, കോമ്പൻസേറ്ററി അലവൻസ് റിസീവ്ഡ് ബൈ ജഡ്ജ്. അപ്പോൾ ജഡ്ജിൻ്റെ ഒക്കെ ഇതാട്ടാ, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ഒക്കെ അലവൻസ് ഗ്രാൻഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ഔട്ട്സൈഡ് ഇന്ത്യ ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുത്ത അലവൻസുകൾ ഇസ് ഓൺലി എക്സംപ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അലവൻസ്. അലവൻസിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു പെർക്വിസിറ്റ്. എന്താണ് പെർക്വിസിറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇറ്റ്സ് നോൺ മോണിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. അത് ചിലപ്പം കൂടുതലും നോൺ മോണിറ്ററി ആണ് എന്ന് പറയാം, മോണിറ്ററി ആയിട്ടും കിട്ടാറുണ്ട് എന്നും പറയാം. സോ ഇറ്റ്സ് എ മിക്സഡ് കൈൻഡ്. അതിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാറ്, ചിലപ്പോൾ കാറൊക്കെ കൊടുക്കും, അപ്പോൾ അതേപോലെ വേറെ എന്തെങ്കിലും അസറ്റ്സ് കൊടുക്കും. അപ്പോൾ അതൊക്കെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അതൊക്കെയാണ് ഈ പറഞ്ഞ പെർക്വിസിറ്റിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പെർക്വിസിറ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ പെർക്വിസിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പെർക്വിസിറ്റ് ഇൻഡിക്കേറ്റ് സം എക്സ്ട്രാ ബെനിഫിറ്റ്. ഇതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്, സാലറിയും അലവൻസ് അല്ലാതെ കിട്ടുന്നതാണ്. അപ്പം ഈ സാലറി ഒരു മോണിറ്ററി ആയിട്ട് ഇങ്ങനെ ക്യാഷ് ആയിട്ട് കിട്ടുന്നതല്ലേ, ഇത് ക്യാഷ് ആയിട്ട് അല്ലാതെ കിട്ടുന്ന സാധനമാണ് ഈ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മേ ബി ഇൻ ക്യാഷ് ആയിരിക്കും, ഇൻ കൈൻഡ് ആയിരിക്കാം, പക്ഷെ മോസ്റ്റ്ലി ഇൻ കൈൻഡ് ആയിരിക്കും. പെർക്വിസിറ്റ് മോസ്റ്റ്ലി ഇൻ കൈൻഡ് ആയിരിക്കും. ഓക്കെ, റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസ് എന്തല്ല, പെർക്വിസിറ്റ് അല്ല. ഒഫീഷ്യൽ വർക്കിന് ഒരു കുറച്ച് പൈസ ചിലവാക്കി അതെനിക്ക് റീഇംബേഴ്സ് ചെയ്ത് തരുന്നത് എന്തല്ല, അത് പെർക്വിസിറ്റ് അല്ല. പെർക്വിസിറ്റ് മേ അറൈസ് ഇൻ കോസ് ഓഫ് എംപ്ലോയ്മെന്റിൽ വരുന്ന പെർക്വിസിറ്റ് സാലറിയിലാണ് വരിക. ബിസിനസ്സിലുള്ള പെർക്വിസിറ്റ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ PGP-ലാണ് എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. Only those perquisites which employee actually uses have to be valued and taxed. That is, if any perquisite offered by employer but employee does not use such perquisite shall not be taxable. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല പെർക്വിസിറ്റും കൊടുക്കും, പക്ഷേ അവർ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർ എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ പെർക്വിസിറ്റ് എന്ത് ചെയ്യില്ല, നമ്മൾ ടാക്സിബിൾ ആക്കില്ല. അപ്പോൾ എൻജോയ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പെർക്വിസിറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ടാക്സിബിൾ ആക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ് ആണ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത്, പെർക്വിസിറ്റ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വണ് മൂവബിൾ അസറ്റ്സ് ആണ്. ഓക്കെ, യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ് ബൈ എംപ്ലോയി. ഒരു മൂവബിൾ അസറ്റ്സ് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇനി മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്, അതായത് അയാൾ വീട്ടിലെ ഏതെങ്കിലും മെമ്പറിനാണ് ആ ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി എംപ്ലോയിക്ക് തന്നെ കൊടുക്കുന്നതെന്ന് മീനിങ് സെയിം. ഓക്കെ, അസറ്റ് യൂസ്ഡ്, അതിൻ്റെ വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ്. ഓക്കെ, ചേട്ടാ പറയുന്നുണ്ട് നമ്മൾ പേഴ്സണൽ യൂസിനാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യൂസ് ഓഫ് ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. അത് ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടും. അല്ലെങ്കിൽ ഒന്നുകിൽ പ്യുവർലി പേഴ്സണൽ യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിനും പേഴ്സണൽ യൂസിനും സംതിങ്, അല്ലെങ്കിൽ ഓഫീസിന് മാത്രമായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് വിൽ ബി നിൽ. അതിനെ നമ്മൾ പെർക്വിസിറ്റിൽ, അതായത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുപോകാം വീട്ടിലേക്ക്, ഞാനത് വെച്ച് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ആര് തന്നാ, എംപ്ലോയർ തന്നാണ്. സോ ഐ ക്യാൻ യൂസ് ദാറ്റ് ഫോർ മൈ പേഴ്സണൽ പർപ്പസ് ഓർ ഫോർ മൈ ഓഫീസ് പർപ്പസ്. സോ അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി 0. അത് പെർക്വിസിറ്റിൽ ആഡ് ചെയ്യില്ല. അതല്ലാത്ത വല്ല മൂവബിൾ അസറ്റ്സ് ആണ്, അതായത് അതർ ദാൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആവാം. ഓക്കെ, മോട്ടോർ കാർ ഇല്ല വരില്ല കേട്ടോ, മോട്ടോർ കാറിന് സെപ്പറേറ്റ് പെർക്വിസിറ്റ് ഉണ്ട്, വേറെ ഉണ്ട്. മോട്ടോർ കാർ എന്താ ചെയ്യുന്നത്, ഇതൊന്നും മോട്ടോർ കാറും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അല്ലാത്ത വേറെ ഏത് അസറ്റ്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ
എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് കാണാം എന്നുള്ളത്. ഓക്കെ, 10% ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ്. ആ അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണോ, ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ 10%, അല്ലെങ്കിൽ ഓർ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. ഇപ്പോൾ ചിലപ്പം ഇതിങ്ങനെ ആയിരിക്കട്ടെ, അതായത് എംപ്ലോയർ അത് വാടകയ്ക്ക് എടുത്തിട്ടേക്കാരം നിങ്ങൾക്ക് തരിക ഒന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയർ മേടിച്ചിട്ടേക്കാരം അങ്ങോട്ട് തരിക. രണ്ട് കേസിൽ എംപ്ലോയർ നിങ്ങൾക്ക് തരാമല്ലോ. എംപ്ലോയർ അത് വാടക ഹയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഹയർ ചെയ്യുമ്പോൾ എംപ്ലോയി എത്രയാണോ, സോറി എംപ്ലോയർ നിങ്ങൾക്ക് ഹയർ ചെയ്തിട്ടേക്കാരം നിങ്ങൾക്ക് തരിക, വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് തരും. ആ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ എത്രയാണ് വാടക കൊടുക്കുന്നത്, ആ വാടകയാണ് നമ്മൾ പെർക്വിസിറ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയർ മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയർക്ക് ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ, ആ കോസ്റ്റിൻ്റെ 10% ആണ് അതിൻ്റെ പെർക്വിസിറ്റ്. പക്ഷെ അതിൽ നിന്ന് ഏത് കേസാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കുറക്കണം, നിങ്ങളേക്കൊന്ന് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ട്, ഈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളേക്കൊന്ന് ഒരു എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിക്കവർ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ വല്ല എമൗണ്ടും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കാം. ഇപ്പം 10,000 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്, ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നു. അപ്പം ആ 10,000 എത്രയാണ്, 1000. 10% എത്രയാണ്, 1000 ആണ് വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസിറ്റ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങളേക്കൊന്ന് ഒരു 200 റുപ്പീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ആ 1000 നിന്ന് 200 റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് 200 ആവും. 200 കുറച്ച് ബാക്കി 800 മാത്രമേ എന്താവുള്ളൂ, ടാക്സബിൾ ആവുള്ളൂ. ഇതാണ് ടാക്സബിൾ പെർക്വിസിറ്റ് വരിക. അപ്പോൾ ഇൻ കേസ് ഓഫ് എന്താ പറയുക, മൂവബിൾ അസറ്റിൻ്റെ കേസിൽ ഇതാണ് ഇതിൻ്റെ കേസ്. അപ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സൊക്കെ ആണെങ്കിൽ പെർക്വിസിറ്റ് നിൽ വാല്യൂ ആണ്, അതായത് അതിന് ടാക്സ് ചെയ്യില്ല. അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ അതർ ദാൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, മോട്ടോർ കാറും അതർ ദാൻ, അതായത് മോട്ടോർ കാറിന് സെപ്പറേറ്റ് ഉണ്ടായതുകൊണ്ടാണ് മോട്ടോർ കാറിന് ഇവിടെ ഒഴിവാക്കിയത്. എത്രയാണോ ആക്ച്വൽ കോസ്റ്റ് അതിന് 10%. ഇനി എംപ്ലോയർ വാടക എടുത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റ് എത്രയാണ് പേ ചെയ്തിട്ടുള്ളത്, അതിന് ഏത് കേസാണെന്നുണ്ടെങ്കിൽ എന്ത് മൈനസ് ചെയ്യാം, എമൗണ്ട് വല്ലതും എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് ഫ്രം എംപ്ലോയർ ടു എംപ്ലോയി. അതായത് എംപ്ലോയർക്ക് ആ അസറ്റ് കൈമാറി, ട്രാൻസ്ഫർ ചെയ്ത് എംപ്ലോയിന് കൊടുത്തു. ഓക്കെ, അതാണ് അസറ്റ് ടേക്കൺ ബൈ എംപ്ലോയി ഫ്രം എംപ്ലോയർ. ആ അസറ്റ് എടുത്ത് എംപ്ലോയി ഓൺ പർപ്പസിന് എടുത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെർക്വിസിറ്റ് വരുന്നത് എന്നെല്ലാം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് എംപ്ലോയറുടെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ആക്ച്വൽ ആ സാധനം എംപ്ലോയർ കൊടുത്തില്ലേ, ഫുള്ളായിട്ട് കൊടുത്ത്, ആർക്ക്, എംപ്ലോയിക്ക് കൊടുത്ത്. അപ്പോൾ അങ്ങനെ എംപ്ലോയർ മേടിച്ച കോസ്റ്റ് ഇല്ലേ, അതിന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാം. ഡിപ്രിസിയേഷൻ എത്രയാണെന്നുള്ളത് ഇപ്പുറത്ത് പറയുന്നുണ്ട്, നോക്കാം. ഓക്കെ, എത്രയാണ് എമൗണ്ട് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ട് എംപ്ലോയിയിൽ നിന്ന്. അപ്പോൾ എല്ലാ പെർക്വിസിറ്റിലും അങ്ങനെയാണ്, വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കാം എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതങ്ങനെ കുറച്ച് ബാക്കിയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. കോസ്റ്റ് വലിയ പ്രശ്നമില്ല, കിട്ടും. എംപ്ലോയറുടെ അടുത്ത് ബില്ലുണ്ടാവും, അതിൻ്റെ കോസ്റ്റ് കിട്ടും. ഡിപ്രിസിയേഷൻ എങ്ങനെ കാണണ്ടേ, ഡിപ്രിസിയേഷൻ്റെ പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 50% ഓഫ് WDV, മോട്ടോർ കാർ ആണെങ്കിൽ 20% ഓഫ് WDV, എനി അതർ അസറ്റ് ആണെങ്കിൽ 10% SLM. ഓക്കെ ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് ഈ രീതിയിലാണ് ഡിപ്രിസിയേഷൻ കണ്ടെത്തേണ്ടത് എന്നുള്ളത്. ഒന്നുകൂടി പറയാം, ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക, എമൗണ്ട് വല്ലതും റിക്കവർ ചെയ്തതിന് മൈനസ് ചെയ്യുക, ബാക്കിയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഡിപ്രിസിയേഷൻ എത്ര കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പുറത്ത് പറയുന്നുണ്ട്. ഫൈൻ, ഓക്കെ. അപ്പോൾ മേലുള്ളത് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും അസറ്റിനെ കുറിച്ചാണ് പറയുന്നത്. മൂവബിൾ അസറ്റ് മേലുള്ളത് യൂസിങ്ങിന് കൊടുക്കുന്ന, ഓൺ പർപ്പസിന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സ് എനിക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വിട്ടുകൊണ്ടിട്ട്. പക്ഷേ പേഴ്സണൽ പർപ്പസിനും കൂടി വരുന്നുണ്ട്, അതാണ് അവിടുത്തെ പ്രശ്നം. ആ യൂസേജിൽ പേഴ്സണൽ യൂസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ടാക്സബിൾ ആക്കണ്ടേന്ന് വെച്ചാൽ വേണ്ട, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വേണ്ട. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് കൊടുത്ത് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ 50% കുറക്കുക, വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുറക്കുക, ബാക്കിയുള്ളത് ആണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് വരിക. ഇതാണ് ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ അതാണ്. അത് ഓർത്ത് വെക്കണം. ഒന്ന് യൂസേജ് കൊടുക്കണം, ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഫുള്ളായിട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് രണ്ടാമത്തെ. ഓക്കെ, അതും കഴിഞ്ഞ് താഴെ എക്സാമ്പിൾ വായിക്കുന്നില്ല. പിന്നെ ഈ ഇയർ ഡിപ്രിസിയേഷൻ എടുക്കുമ്പം ഇയർ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇയർ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കംപ്ലീറ്റഡ് ഇയേഴ്സ് മാത്രമേ എടുക്കുള്ളൂ, ഫ്രാക്ഷൻ എടുക്കില്ല. ഫ്രാക്ഷൻ ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ 2.5 വർഷമാണെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ ഇഗ്നോർ ചെയ്ത് 2 വർഷമായിട്ട് എടുക്കുക. ഓക്കെ, അടുത്തത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ, നമ്മളെ വലിയ സാധനം. ഇപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ പെർക്വിസിറ്റ് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ രണ്ട് രീതിയിൽ വരുള്ളൂ. ഒന്ന് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ ഒന്നും ഇല്ലാതെ താമസം മാത്രം. ഓക്കെ, ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫർണിച്ചർ അടക്കം, അതായത് റൂമിൽ എന്തുണ്ട്, ഫർണിച്ചർ അടക്കം വരുന്നതാണ് എന്ത്, ഫർണിഷ്ഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇതിൽ രണ്ട് കേസ് ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിൽ എങ്ങനെ, നോൺ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിൽ എങ്ങനെ, അങ്ങനെ രണ്ടും നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഈ ഭാഗം, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ഈ ഭാഗം, ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഈ ഭാഗമാണ്. അപ്പോൾ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഈ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലൈസൻസ് ഫീ ഡിറ്റർമൈൻ വേണം. ഗവൺമെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ലൈസൻസ് ഫീ ഉണ്ട്, റെന്റ്. ലൈസൻസ് ഫീ എന്ന് ഉദ്ദേശിച്ച റെന്റ്. ഗവൺമെന്റ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള റെന്റ് ലൈസൻസ് ഫീ എത്രയാണോ അത് അതിൽ നിന്ന് എന്ത് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യനിൽ ഇത് തരും ലൈസൻസ് ഫീ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ തരും. അതിന് എന്ത് ചെയ്യുക, റെന്റ് എത്രയാണോ വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ബാക്കിയുള്ളതാണ് വാല്യൂ ഓഫ് റിക്വസിറ്റ്. അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ കേസിൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസ്. ഓക്കെ. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ സെൻസസ് വഴിയാണ് നോക്കുക, അതായത് പോപ്പുലേഷൻ വെച്ചിട്ടാണ് നോക്കുക. ഓക്കെ, സെൻസസ് എടുത്ത പോപ്പുലേഷൻ അനുസരിച്ചാണ് നോക്കുക. ഇതും എന്താടാ നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ, അതായത് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. ഇപ്പോൾ പറയുന്നത് 40 ലാക്ക് വരെയാണ് ഈ പറഞ്ഞ പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 40 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറി, ഗ്രേറ്റർ ദാൻ 15 ലാക്ക് ടു അപ് ടു 40 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 7.5% ഓഫ് ദി സാലറി. ഇനി അതർ ഏരിയ ഇതിലും വരാത്ത വേറെ ഏതെങ്കിലും ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ 5% ഓഫ് സാലറി. അതിൽ നിന്നും റെന്റ് എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. സോ ഈ കാര്യം കാണാതെ പഠിക്കേണ്ടി വരും. യെസ്, കാണാതെ പഠിക്കേണ്ടി വരും. ഗ്രേറ്റർ ദാൻ 40 10%, ലെസ് ദാൻ ബിറ്റ്വീൻ 15 ആൻഡ് 40 എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 50 ആണ്, ലെസ് ദാൻ 40 ആണെങ്കിൽ 7.5%. വേറെ ഏതെങ്കിലും വരികയാണെങ്കിൽ 5% ഓഫ് സാലറി. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വരികയാണെങ്കിൽ 5% ഓഫ് സാലറി. നോർമലി 5%, പിന്നെ 7.5, പിന്നെ 10. ഓക്കെ, ഇത് എംപ്ലോയർ അക്കോമഡേഷൻ കൊടുക്കുക കേട്ടോ. ഇനി വേറൊരു കേസ് വരും, അതായത് ഇത് എംപ്ലോയറിൻ്റെ ഓൺ ബിൽഡിംഗ് ആയിരിക്കാം, എംപ്ലോയർ എന്ത് ചെയ്ത് വാടക കൊടുത്ത്. വേറൊരു കേസ് വരാം, എംപ്ലോയർ വാടക എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുക്കുക, അങ്ങനെ ആയിക്കൂടെ. എംപ്ലോയറുടെ ഓൺ ബിൽഡിംഗ് അല്ലെങ്കിലോ, ഇതിപ്പോൾ എംപ്ലോയറുടെ ഓൺ ബിൽഡിംഗ് ആണ്, അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയറുടെ ഓൺ ബിൽഡിംഗ് ആണെങ്കിലാണ് വരിക. എംപ്ലോയർ വാടക എടുത്തിട്ട് എംപ്ലോയി കൊടുക്കുകയാണെങ്കിലോ, സോ അവിടെ എടുക്കേണ്ടത് ഇതാണ്, ലീസ് എത്രയാണോ പേ ചെയ്യുന്നത് എംപ്ലോയർ, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, 15% ഓഫ് സാലറി മൈനസ് ചെയ്യുക. മൈനസ് അല്ല, സോറി, ഇതിൽ ഏതാണോ ലോ വരെ എടുക്കുക, മൈനസ് ചെയ്യേണ്ടത് രണ്ട് റിക്കവേർഡാണ്. ഓക്കെ, സോ എത്രയാണ് ആക്ച്വൽ ലീസ് അത്, അല്ലെങ്കിൽ 15% ഓഫ് സാലറി എന്താണെന്നുള്ള നമുക്ക് നോക്കാം. 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, റെന്റ് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, ബാക്കിയുള്ള വാല്യൂ. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ വിൽ നീഡ് ടു ഡു എ ക്വസ്റ്റ്യൻ. കാരണം അൺഫർണിഷ്ഡ് ആണോ ഫർണിഷ്ഡ് ആണോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഗവൺമെന്റ് എംപ്ലോയി ആണോ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ ആണോ ലീസ്ഡ് ബൈ എംപ്ലോയർ ആണോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് വേറൊരു ലെവലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ചെയ്താലാണ് ഇത് ഭംഗിയാവുക. ഓക്കെ, എന്നാലും നോക്കാം. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് സാലറി പെടും. ഇവിടെ ശ്രദ്ധിക്കണേ, ഓൾ ടാക്സബിൾ അലവൻസ് ആഫ്റ്റർ റെഡ്യൂസിങ് എക്സംഷൻ, അതായത് ഡി എയും കൂട്ടും. എല്ലാ അലവൻസും നമ്മൾ കൂട്ടണം. അതിൽ നിന്ന് വല്ല എക്സംഷൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത് കുറക്കണം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അലവൻസിൻ്റെ കാൽക്കുലേഷൻ, ബേസിക് സാലറി, അലവൻസ് പ്ലസ് ബോണസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പ്ലസ് കമ്മീഷൻ, BABC എല്ലാം കൂട്ടണം. ബേസിക് സാലറി കൂട്ടണം, അലവൻസ് എല്ലാ അലവൻസുകളും കൂട്ടണം. അതിന് നമുക്ക് എന്തെങ്കിലും മൈനസ് ചെയ്യാണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം, പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ. ഓക്കെ, അതാണ് ഇവിടുത്തെ സാലറി. അതിൻ്റെ 15%, അല്ലെങ്കിൽ ആക്ച്വലി എംപ്ലോയർ എത്രയാണോ റെന്റ് പേ ചെയ്യുന്നത് അത് വിച്ച് ഒരു സ്ലോവർ എടുക്കുക, റെന്റ് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ എങ്ങനെ. ഓക്കെ, ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത്. ഒരു സെക്കൻഡ്. ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്തത്. ഓക്കെ, ഓക്കെ, ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാ എത്രയാണോ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് കാൽക്കുലേഷൻ ആസ് കാൽക്കുലേറ്റഡ് അബോ. മേലെ പറഞ്ഞ രീതിയിൽ ആദ്യം അൺഫർണിഷ്ഡ് കാൽക്കുലേഷൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക. ഗവൺമെന്റ് ആണെങ്കിൽ എങ്ങനെ, നോൺ ഗവൺമെന്റ് ആണെങ്കിൽ എങ്ങനെ, എങ്ങനെയെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഫർണിഷ്ഡും അൺഫർണിഷ്ഡും ആകെ എന്ത് വ്യത്യാസമേ ഉള്ളൂ, ഒന്നിൽ ഫർണിച്ചർ ഉണ്ട്, മറ്റേൽ ഫർണിച്ചർ ഇല്ല. അപ്പോൾ ഫർണിഷ്ഡ് അക്കോമഡേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കാണണം, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ വെച്ച് കാണാം, അവിടെ വെച്ച് നിർത്തുക. ഇനി അതിക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്, ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താ ആഡ് ചെയ്യുക, ഫർണിച്ചറിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. ഓൺ ഫർണിച്ചർ ആണെങ്കിൽ, എംപ്ലോയറുടെ ഓൺ ഫർണിച്ചർ ആണെങ്കിൽ അതിൻ്റെ 10% എടുക്കുക. ചിലപ്പം ഫർണിച്ചറും ഹയർ ചെയ്തായിരിക്കും, വാടക എടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെന്റ് എത്രയാണോ അത് ആഡ് ചെയ്യുക. അതാണ് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ബാക്കിയുള്ളതാണ് വാല്യൂ ഓഫ് റിക്വസിറ്റ്. ഒന്നും കൂടി പറയാം, ആദ്യം അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ ഫർണിഷ്ഡ്. ഇത് തമ്മിൽ വ്യത്യാസം എന്താ, അൺഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തുണ്ട്, ഫർണിച്ചർ ഒന്നുമില്ല, കാലിയാണ്, റൂം മാത്രം. ഓക്കെ, ഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഫർണിച്ചർ. ഓക്കെ, അപ്പം രണ്ട് കേസ് പഠിച്ച്. ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിൽ അൺഫർണിഷ്ഡിൽ എങ്ങനെ ചെയ്യാം, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അൺഫർണിഷ്ഡ് അങ്ങനെ ചെയ്യാം, പഠിച്ച്. ഓക്കെ, ഇനി ഫർണിഷ്ഡ് അക്കോമഡേഷനിലേക്ക് വരുമ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, അൺഫർണിഷ്ഡിൻ്റെ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, പെർക്വിസിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എബോ നമ്മൾ ഓൾറെഡി പഠിച്ച രീതിക്ക്. ഓക്കെ, അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക, ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യാം. പക്ഷേ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ഫുൾ ആഡ് ചെയ്യേണ്ട,
ഓൺ ഫർണിച്ചർ, എംപ്ലോയറുടെ ഓൺ ഫർണിച്ചർ ആണെങ്കിൽ അതിൻ്റെ 10% കോസ്റ്റിൻ്റെ 10% ആഡ് ചെയ്യുക. അതല്ല അത് എംപ്ലോയർ വാടക എടുത്താണെങ്കിൽ ആ റെൻ്റ് എത്രയാണോ അത് ആഡ് ചെയ്യുക. അതാണ് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, എന്തെങ്കിലും ചാർജസ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഇൻ കേസ് ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. സോ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? ആദ്യം അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഈ സാധനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ കമ്മിങ് അറ്റംപ്റ്റിന് വെരി ഇമ്പോർട്ടൻ്റാണ്. കാരണം ആഫ്റ്റർ ഒരു അമെൻമെൻറ്റ് ഇതിൽ ഉണ്ടായിരുന്നു, അപ്പോൾ പറയുന്നില്ല, മഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ അറ്റംപ്റ്റിന് അമെൻമെൻറ്റിൻ്റെ വലിയ റെലവൻസ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പം അമെൻമെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രാവശ്യം അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ലേറ്റസ്റ്റ് സാധനം. ഓക്കെ, പിന്നെ ഹോട്ടൽ അക്കോമഡേഷൻ ആണെങ്കിലും 25% സാലറി പേയബിൾ. ഓക്കെ, ഡയറക്റ്റ് സാലറി എത്രയാണോ അതിൻ്റെ 25% എടുക്കുക. ഹോട്ടൽ അക്കോമഡേഷൻ ഗവൺമെൻറ് ആണെങ്കിൽ നോൺ ഗവൺമെൻറ് രണ്ട് സെയിം. ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സാലറിയുടെ 25% എടുക്കുക. പിന്നെ ആ ഹോട്ടലിൻ്റെ ആക്ച്വൽ ചാർജ് ഇല്ലേ അത് എടുക്കുക, വിച്ച് ഈസ് ലോവർ ആണ് ആൻസർ. അതായത് ചാർജ് നമ്മളൊക്കെ എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യാൻ ബാക്കിയുള്ളതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, ഇതിൽ ചാൻസ് ഫർണിഷ്ഡ് വരാം, അൺഫർണിഷ്ഡ് വരാൻ രണ്ടിനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഡിപ്പെൻഡ്സ്. രണ്ടും നോക്കി വെക്കണം. ഹോട്ടൽ അക്കോമഡേഷന് ചാൻസ് കുറവാണ്. വന്നു കഴിഞ്ഞാൽ 24% മറക്കണ്ട, അല്ലെങ്കിൽ ആക്ച്വൽ ചാർജ് വെച്ച് ഒരു സ്ലോവർ. ഓക്കെ, സാലറി എടുക്കുമ്പോൾ ഇതൊന്നും എടുക്കണ്ട കേട്ടോ. അതായത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ PF എടുക്കണ്ട, എക്സംപ്റ്റ് അലവൻസ് എടുക്കണ്ട, ലംസം പെർക്വിസിറ്റിൻ്റെ ഒരു വാല്യൂ എടുക്കണ്ട, ഗ്രാറ്റുവിറ്റി ഒന്നും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ഓക്കെ, സാലറി ഇത് മാത്രം. അലവൻസ് എല്ലാം കാൽക്കുലേറ്റ് എടുക്കണം കേട്ടോ. സാലറി റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ അലവൻസ് എടുക്കുമ്പോൾ സാലറി എടുക്കുമ്പോൾ അലവൻസ് എല്ലാം എടുക്കണം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ ആണ്. അതായത് എംപ്ലോയർ നമുക്ക് ലോൺ തരികയാണ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട്. ഒന്നുകിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ, അതൊരു ബെനിഫിറ്റ് അല്ലടോ. ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് പോയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണേന്ന്, എംപ്ലോയർ വരുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. പക്ഷേ ബെനിഫിറ്റ് ആക്ച്വലി. ടാക്സ് കൊടുക്കണം, ഇങ്ങനത്തെ കൂട്ടണം. ഓക്കെ, അല്ലെങ്കിൽ കൺസെഷണൽ ലോൺ, അതായത് ഇൻട്രസ്റ്റ് കുറച്ചിട്ടല്ല ലോൺ, അങ്ങനെ തരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പെർക്വിസിറ്റ് ട്രീറ്റ്മെൻറ്റ്? അത് പെർക്വിസിറ്റാണ് അല്ലേ? ഒരു പെർക്വിസിറ്റാണ്. പൈസ നിങ്ങൾക്ക് ആവുന്നില്ല, ഇൻട്രസ്റ്റ് ആക്ച്വലി കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, ഒരു ഇൻകമാണ്. ഒരു എക്സ്പെൻസ് ആവുന്നില്ല, എക്സ്പെൻസ് ആവാത്തത് ഇറ്റ്സ് എൻ ഇൻകം. ബിക്കോസ് എംപ്ലോയർ തരുന്നതുകൊണ്ടാണ്, അവിടെ പണിയെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോൺ ചെയ്യുമ്പോൾ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്. അപ്പോൾ എംപ്ലോയിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർ ഹൗസ് ഹോൾഡ്, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും മെമ്പറിന് നിൽക്കാനും ആ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് കൂട്ടൂല. മെഡിക്കൽ പർപ്പസിന് വല്ലതാണെന്നുണ്ടെങ്കിൽ, പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ഉണ്ട്, ആ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിലുള്ള എന്തെങ്കിലും മെഡിക്കൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, പെർക്വിസിറ്റ് ആയിട്ട് കൂട്ടണ്ട. അല്ലെങ്കിൽ അപ് ടു 20,000, 20,000 രൂപ വേണേണ് ആ ലോണിൽ. അങ്ങനെയാണെങ്കിലും ആ ലോൺ കൺസെഷണൽ ലോണിനെ പെർക്വിസിറ്റ് ആയിട്ട് കൂട്ടണ്ട. അവിടെ പെർക്വിസിറ്റ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പെർക്വിസിറ്റ് ആയിട്ട് ലോണാ കൂട്ടേണ്ടേ? അല്ല, ഇൻട്രസ്റ്റ് അല്ല കൂട്ടേണ്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് അല്ല ഇവിടെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ലോജിക്കലി. സോ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പെർക്വിസിറ്റ് ആയിട്ട് കൂട്ടേണ്ടത്. എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത് നോക്കാം. എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 1, കാൽക്കുലേറ്റ് മാക്സിമം ഔട്ട്സ്റ്റാൻഡിംഗ് മന്ത്ലി ബാലൻസ് അറ്റ് എൻഡ് ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിലെയും ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്ര, മന്ത്ലി ബാലൻസ് എത്ര എന്നുള്ളത്, മാക്സിമം ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്ര എന്നുള്ളത് കണ്ടെത്തുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, കണ്ടെത്തുക. എന്നിട്ട് അപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്നുള്ളത് നോക്കാം. അത് SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റാണ് നോക്കുക. ഓക്കെ, ആ SBIയുടെ നമ്മളെ നോർമൽ ബാങ്ക് നമ്മൾ SBIയുടെ എടുക്കുക. SBIയുടെ ചാർജ് എത്രയാണോ നോക്കും. ലെസ് അതിന് എന്ത് മൈനസ് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് എംപ്ലോയി എത്രയാണോ ചാർജ് ചെയ്തിരുന്നത് അത് മൈനസ് ചെയ്യും. 0 ആണെങ്കിൽ 0. ഓക്കെ, 9% ആക്ച്വലി ഇതിൻ്റെ ഇൻട്രസ്റ്റ് ചാർജ്. എംപ്ലോയർ എൻ്റെ ആകെ ചാർജ് ചെയ്യുന്നത് എത്രയാണ്? 2% ആണ്. സോ 9 - 2 7%. അതാണ് എൻ്റെ ബെനിഫിറ്റ് ആക്ച്വലി. ഓക്കെ, സോ ഈ മന്ത്ലി എമൗണ്ടിൻ്റെ മുകളിൽ എന്ത് ഹിറ്റ് ചെയ്യുക, അതായത് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ മുകളിൽ സ്റ്റെപ്പ് 2 നമ്മൾ കണ്ടെത്തിയ ഇൻട്രസ്റ്റ് റേറ്റ്, ആ ഡിഫറൻസ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആ കിട്ടിയ എമൗണ്ടാണ് പെർക്വിസിറ്റ്. ആ ഡിഫറൻസ് എടാ, ഞാൻ 9% കൊടുക്കേണ്ട ടാക്സ്, ഇൻട്രസ്റ്റ് 2% അല്ലേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. സോ 7% എനിക്ക് കിട്ടുന്ന എന്താണ്? ബെനിഫിറ്റാണ്. സോ ആ ബെനിഫിറ്റ് ഈസ് എ പെർക്വിസിറ്റ്. ഫൈൻ 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 ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഒരു പെർക്വിസിറ്റ്. വി നീഡ് ടു ഡു എ കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഫീ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ അപ്പോൾ പ്രൊവിഷൻ പറഞ്ഞു പോവുകയാണ്. ഇത് മാത്രം പോരാ, ഞാൻ വീണ്ടും പറയുന്നത് പ്രൊവിഷൻ മാത്രം കേട്ടാൽ പോരാ. വി നീഡ് ടു ഡു എ ക്വസ്റ്റ്യൻസ്. പിന്നെ ഓരോ പ്രൊവിഷൻ വെച്ച് അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പോകാതെ നമുക്ക് പ്രൊവിഷൻ ഡിസ്കസ് ചെയ്ത് അടുത്ത സെഷനിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് മോട്ടോർ കാർ. മോട്ടോർ കാറും കൂടി പറഞ്ഞിട്ട് ഈ പാർട്ട് ബ്രേക്ക് ചെയ്യാം. അടുത്ത പാർട്ടിൽ ബാക്കി
കുറേ ഉണ്ട്. പെർസിസ്റ്റന്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പാർട്ടി മോട്ടോർ പറഞ്ഞു എടുക്കാം, മറ്റൊരു അടുത്ത പാർട്ടിൽ എടുക്കാം. ഓക്കെ, മോട്ടോർ കാർ എന്താണ് ഇന്ന കാറില്ല, കാറ് അപ്പൊ ഓക്കെ. അപ്പൊ മോട്ടോർ കാർ കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു വോയിസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. മോട്ടോർ കാറും കൂടി പറയാം, എന്നിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് അടുത്ത പാർട്ടിൽ ബാക്കി പറയാം. ഓക്കെ, കുറേ ഉണ്ട്, അപ്പൊ നമുക്ക് ലെങ്തി ആയിട്ട് പോകണ്ടല്ലോ എന്നുള്ളതില്ല. ഓക്കെ, മോട്ടോർ കാറിന്റെ കേസിൽ ഒരുപാട് കേസസ് വരാം കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നോരോന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഒന്ന് കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ ആണ്. ഓക്കെ, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കണം എന്ത് പർപ്പസിനെ യൂസ് ചെയ്യുന്നത്, ഒഫീഷ്യൽ യൂസ് ആണോ, പാർട്ട്ലി പേഴ്സണലി പാർട്ട്ലി ഒഫീഷ്യൽ ആണോ. ഓക്കെ, സിറ്റുവേഷൻസാണ് പറയുന്നത്. കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് ഉണ്ട് അവിടെ. ഓക്കെ, കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയി ആണ്, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്, നേരെ തിരിച്ച്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കേസ്? ഓക്കെ, പിന്നെ അടുത്തത് കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ ആണ്, എക്സ്പെൻസും എംപ്ലോയർ ആണ്. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഫുള്ളി പേഴ്സണൽ പർപ്പസിന് അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഒഫീഷ്യൽ പാർട്ട്ലിയാണ്. ഓക്കെ, അപ്പോൾ മൊത്തം 4 സിറ്റുവേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ ആണ്, അതായത് എക്സ്പെൻസുകൾ മെറ്റ് ചെയ്യുന്നത്, ആ കാറുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. ഓക്കെ, ഒഫീഷ്യൽ യൂസിനാണ് ഫുള്ളി അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർക്വിസിറ്റ് ഒന്നുമില്ല. അപ്പം എൻ്റെ അടുത്തൊരു കാറുണ്ട്, കാറ് കമ്പനി എന്നാണ്, ഞാൻ ആ കാറ് യൂസ് ചെയ്യുന്നത് ഫുൾ ഒഫീഷ്യൽ പർപ്പസിന്. ആൻഡ് അതിൻ്റെ എക്സ്പെൻസ് എല്ലാം മെയിൻ്റനൻസും കാര്യങ്ങളും റിപ്പയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ എംപ്ലോയറുമാണ്. സോ ഒഫീഷ്യൽ യൂസിനാണ് ഫുള്ളി യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് വരില്ല, പെർക്വിസിറ്റ് വരില്ല. ഓക്കെ, ഇൻകമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പാർട്ട്ലി ആണെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. അതായത് പാർട്ട്ലി പേഴ്സണൽ യൂസും പാർട്ട്ലി ഒഫീഷ്യൽ യൂസും വരികയാണെന്ന് വെച്ചാൽ നമ്മൾ CC ഇല്ലേ, ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഇതിൻ്റെ എമൗണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അപ് ടു 1.6 ലിറ്റേഴ്സ് ക്യൂബിക് കപ്പാസിറ്റി ഉള്ള വണ്ടി എന്നുണ്ടെങ്കിൽ 1500 പെർ മന്ത് ഫിക്സഡാ. 1500 പെർ മന്ത് വെച്ചിട്ട് നമ്മൾ മോട്ടോർ കാറിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് കാണണം. അപ്പം എൻ്റെ അടുത്തൊരു മോട്ടോർ കാർ ഉണ്ട്. ഓക്കെ, എംപ്ലോയറാണ് എക്സ്പെൻസ് ഒക്കെ മെറ്റ് ചെയ്യുന്നത്, പക്ഷേ ഞാനത് പേഴ്സണൽ യൂസിനും ഒഫീഷ്യൽ യൂസിനും യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, എത്ര വീട്ടിൽ എത്ര പേഴ്സണൽ എത്ര എത്ര ഇതെന്നല്ല. അപ്പോൾ അവർ പറയുകയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോസിബിൾ അല്ലല്ലോ, അതേ പ്രാക്ടിക്കലി എങ്ങനെയാണ്. അപ്പോൾ അവർ പറയാണ് 1800 പെർ മന്ത്, അതായത് അപ് ടു 1.6 ലിറ്റേഴ്സ് ക്യൂബിക് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെന്ന് വെച്ചാൽ 1800 പെർ മന്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, 1800 × 12, അതായത് ഒരു കൊല്ലത്തിന് 21,600 ഞാൻ ഇൻകം ആയിട്ട് കാണേണ്ടി വരും. ഇൻകം ആയിട്ട് വെക്കണം, പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് കാണണം. ഞാൻ ഇങ്ങനെ സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇനി അബവ് 1.6 ലിറ്റേഴ്സ് വരുന്നതാണെന്നുണ്ടെങ്കിൽ 2400 പെർ മന്ത് വരും. ഓക്കെ, ഇനി ഷോഫർ ഓൾസോ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ അടക്കം കൂടെ തരുന്നുണ്ടെങ്കിലോ, അതായത് വണ്ടി മാത്രമല്ല ഡ്രൈവറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 900 പെർ മന്ത് എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പെർ മന്ത് 900 പെർ മന്ത് മീൻസ് പെർ മന്ത് 900 കൂടി വെക്കണം. അപ്പോൾ 900 × 12 ഇത് കൂടി കൺസിഡർ ചെയ്യേണ്ടത് ഈ ഡ്രൈവർ ഈസ് ഓൾസോ അപ്പോയിൻറ്റ്, ഡ്രൈവറിനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ വാല്യൂ കാണാപ്പാടം പഠിച്ചേക്കേണ്ടി വരും. മോട്ടോർ കാർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, അടുത്ത കേസ് വരുന്നത് എംപ്ലോയർ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കാർ രണ്ട് കേസുകളാണ്. ഒന്നെങ്കിൽ കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹയർ ചെയ്തായിരിക്കാം, വാടക എടുത്തായിരിക്കാം എംപ്ലോയർ. എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. ഓക്കെ, നേരത്തെ എംപ്ലോയറാണ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത്, ഇവിടെ എംപ്ലോയി ആണ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വാല്യൂ ലോജിക്കലി ആലോചിച്ചോട്ടെ, എക്സ്പെൻസ് ഒക്കെ മെറ്റ് ചെയ്യുന്ന എംപ്ലോയി ആണ്, കാർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം മേലത്തെ 1800 പെർ മന്ത് അതേ വാല്യൂയിലൂടെ വരുമോ? ഇല്ല, കുറയണ്ടേ? ലോജിക്കലി ആലോചിച്ചോക്ക്. ഓക്കെ, ഒഫീഷ്യൽ യൂസ് ആണെങ്കിൽ വീണ്ടും പെർക്വിസിറ്റ് ഒന്നുമില്ല. ഓക്കെ, പാർട്ട്ലി ഒഫീഷ്യൽ പാർട്ട്ലി പേഴ്സണൽ വരുമ്പോഴാണ് അവിടെ 1800 ഉണ്ടായിരുന്നിടത്ത് അപ് ടു 1.6 ലിറ്റേഴ്സിന് 600 പെർ മന്ത് ആവും. എബോ 1.6 ലിറ്റേഴ്സിന് 900 പെർ മന്ത് ആവും. ഷോഫർ ഉണ്ടെങ്കിൽ ഷോഫറിന് സെയിം ആണ്, 900 പെർ മന്ത്. ഈ വാല്യൂ കാണാൻ പാഠം പഠിച്ചേക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ നോക്കുക. ഇത് ഇൻറ്റു ഡിവൈഡഡ് ബൈ 3, ഇത് ഡിവൈഡഡ് ബൈ 3 നിൽക്കൂല. നോക്കൂ, 9 × 3, യെസ്, ഇല്ല നിൽക്കൂല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും വഴിയിൽ പഠിച്ചേക്കുക. ഓക്കെ, അടുത്തത് കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയി തന്നെയാണ്. പക്ഷേ എൻ്റെ അടുത്ത് കാറുണ്ട്, ഞാൻ കാറായിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ കാർ ഞാൻ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ കാറാണ്, പക്ഷേ ഞാൻ എൻ്റെ ഓഫീസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പെർക്വിസിറ്റ് ഒന്നുമില്ല. പക്ഷേ എക്സ്പെൻസ് ഒക്കെ മെറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണോ? ഒഫീഷ്യൽ യൂസ് അല്ലേ, പിന്നെ എന്തിനാണ് പെർക്വിസിറ്റ് ആക്കുന്നത്? ഓക്കെ, എംപ്ലോയർ ആണ്.
ഫുൾ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാർട്ട്ലി പേഴ്സണൽ പാർട്ട്ലി ഒഫീഷ്യൽ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ എത്രയാണ്, അതായത് എൻ്റെ പേഴ്സണൽ പർപ്പസിനുള്ള പൈസ വരെ എക്സ്പെൻസ് വരെ ആര് മീറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ എംപ്ലോയർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ എക്സ്പെൻസ് കാറിൻ്റെ എല്ലാ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ കാർ എൻ്റെ ഓൺ എൻ്റെ പേരിലാണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ആക്ച്വലി എത്രയാണ് മെറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കുക. ആക്ച്വൽ എമൗണ്ട് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? പെർക്വിസിറ്റ് വാല്യൂ അറൈവ്ഡ് അറ്റ് 1 എബോ, മേലെ പറഞ്ഞ 1 ഇതനുസരിച്ച് പെർക്വിസിറ്റ് വാല്യൂ കാണാം, എന്നിട്ട് അത് മൈനസ് ചെയ്യാതെ ഇത് നേരെ ഇത് കണക്റ്റഡ് ആവും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് കേസ് കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്ന എംപ്ലോയർ. ഫുൾ ഒഫീഷ്യൽ യൂസിനാണെങ്കിൽ പെർക്വിസിറ്റ് ഇല്ല. പാർട്ട്ലി പേഴ്സണലും പാർട്ട്ലി ഒഫീഷ്യലാണെന്നുണ്ടെങ്കിൽ 1.6 ലിറ്റേഴ്സ് വരെ 1500 പെർ മന്ത്, എബോ 1.6 ലിറ്റേഴ്സ് വരുന്ന CC തന്നെ 2400 പെർ മന്ത്. ഷോഫറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 900 പെർ മന്ത്, ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്ന എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഓൺലി ഒഫീഷ്യൽ യൂസ് ആണെങ്കിൽ പെർക്വിസിറ്റ് ഒന്നുമില്ല. പാർട്ട്ലി പേഴ്സണലും പാർട്ട്ലി ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ 1.6 ലിറ്റേഴ്സ് വരെ 600 പെർ മന്ത്, എബോ 1.6 900, ഷോഫർ ഉണ്ടെങ്കിൽ 900. മൂന്നാമത്തെ കേസ് എംപ്ലോയിയുടെ കാറ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണെങ്കിൽ ഒഫീഷ്യൽ ആണെങ്കിൽ പെർക്വിസിറ്റ് ഇല്ല. അപ്പോൾ ഒഫീഷ്യൽ യൂസിനാണെങ്കിൽ ഫുള്ളി ഒഫീഷ്യൽ ആണെങ്കിൽ പെർക്വിസിറ്റ് ഓടി വരുന്നില്ല കേട്ടോ. ഇനി ഈ കേസിൽ എക്സ്പെൻഡിച്ചർ മെറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ട്ലി പേഴ്സണലും കൂടി വരുന്നതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? പെർക്വിസിറ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? എത്രയാണോ ആക്ച്വലി എമൗണ്ട് എക്സ്പെൻഡിച്ചർ എംപ്ലോയർ മെറ്റ് ചെയ്തത് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? അപ്പോൾ 1 അനുസരിച്ച് ഈ എംപ്ലോയർ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്ന കേസില്ലേ, ആ കേസിൽ എങ്ങനെയാണോ കാണുന്നത് ആ സെയിം സാധനം യൂസ് ചെയ്തിട്ട് പെർക്വിസിറ്റ് വാല്യൂ എത്തിയിട്ട് അതിൽ ഇത് മൈനസ് ചെയ്യുക. ബാക്കിയായിരിക്കും എന്ത് പെർക്വിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ടേബിൾ ഫോളോ ചെയ്താൽ തന്നെ ഇറ്റ്സ് ഈസി. വി നീഡ് ടു ഡു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, അപ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. ഓക്കെ, ലാസ്റ്റ് കേസ് വരുന്നത് കാർ ഓൺ ചെയ്യുന്ന എംപ്ലോയർ തന്നെയാണ്, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്ന എംപ്ലോയർ തന്നെയാണ്, പക്ഷേ അത് ഫുള്ളി പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഫുള്ളി പേഴ്സണൽ. എൻ്റെ എക്സ്പെൻസ് ഒക്കെ മെറ്റ് ചെയ്യുന്നത് കാർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എടാ എംപ്ലോയർ തന്നില്ലെങ്കിൽ ഞാൻ കാർ എടുക്കും, എനിക്ക് വേറെ അവിടെ ചിലവുണ്ടാവും. ആ ചിലവ് എനിക്ക് ഇപ്പോൾ പോയി കിട്ടുക, ശരിയല്ലേ? ഒരു ചിലവ് പോയി കിട്ടുന്നത് എന്താ? ഇറ്റ്സ് ടൈപ്പ് ഓഫ് എൻ ഇൻകം ആക്ച്വലി. അതുകൊണ്ടാണ് ഇതിനെ പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് ഇൻകർ ചെയ്തിട്ടുള്ളത് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസിന്, അത്. ഓക്കെ, ആക്ച്വലി ആര് എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്തല്ലേ? എംപ്ലോയർ മെറ്റ് ചെയ്തല്ലേ? അത് എത്രയാണോ ആ ഇയറിൽ വന്ന എക്സ്പെൻഡിച്ചർ അത് ആഡ് ചെയ്യുക, പ്ലസ് അതെടുക്കുക, പ്ലസ് അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? മോട്ടോർ കാറിൻ്റെ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ 10% കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ട് എംപ്ലോയിൻ്റെ കയ്യിൽ അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. അപ്പോൾ ഫുള്ളി പേഴ്സണൽ ആണെങ്കിൽ ഏത് കേസാണെങ്കിലും, ഏത് കേസല്ല, എംപ്ലോയർ ആണ് ഓൺ ചെയ്യുന്നതും എംപ്ലോയർ ആണ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫുള്ളി പേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ എക്സ്പെൻഡിച്ചർ മെറ്റ് ചെയ്തത് അതിൻ്റെ കൂടെ 10% ആക്ച്വൽ കോസ്റ്റ് ആഡ് ചെയ്യുക, ലെസ് എത്രയാണോ റിക്കവർ ചെയ്ത എംപ്ലോയിൻ്റെക്ക് മൈനസ് ചെയ്യുക, ബാക്കിയുള്ളതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോട്ടോർ കാർ ഇമ്പോർട്ടൻറ്റ് പെർക്വിസിറ്റ്. RFA പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് മോട്ടോർ കാർ. ഓക്കെ, ഇവിടെ കുറച്ച് നോട്ട്സ് ഉണ്ട്, കൂടി വായിച്ചു നോക്കാം. If motor car owned by employee and used for fully personal purpose for which employer reimburses running and maintenance expenses, the perquisite value shall be taxable in case of all employees. മോട്ടോർ കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയി ആണ്, ഫുള്ളി പേഴ്സണൽ പർപ്പസിനാണ്, എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്, അതായത് എംപ്ലോയി ആണ് ഓൺ ചെയ്യുന്നതൊക്കെ ഫുള്ളി പേഴ്സണൽ പർപ്പസാണ്, പക്ഷേ എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻ്റനൻസ് എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ പെർക്വിസിറ്റ് വാല്യൂ ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. അങ്ങനെ ആകുമ്പോൾ ആ പെർക്വിസിറ്റ് വാല്യൂ ടാക്സബിൾ ആണ്, എത്രയാണോ റീഇംബേഴ്സ് ചെയ്യുന്നത് അത്. ഓക്കെ, പിന്നെ മോർ ദാൻ വൺ കാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? മോർ ദാൻ വൺ കാർ ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് അലൗഡ് ടു യൂസ് എനി ഓർ ഓൾ കാർസ് ബൈ ബോത്ത് ആൻഡ് ഒഫീഷ്യൽ ഓർ പർപ്പസ്. വാല്യൂ ഓഫ് എനി വൺ കാർ കലക്ടഡ് കൺസിഡർ പാർട്ട്ലി ആൻഡ് ഒഫീഷ്യൽ. അത് കുറേ കാർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാറിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, പാർട്ട്ലി ഒഫീഷ്യലും പാർട്ട്ലി പേഴ്സണലായിട്ട്, ബാക്കി എല്ലാ കാറിനെയും ഫുള്ളി പേഴ്സണലായിട്ടാണ് കൺസിഡർ ചെയ്യുക. കുറേ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട്സാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ വരുന്ന എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മോട്ടോർ കാറിൽ. ഇനി നമുക്കുള്ള ട്രാവൽ കൺസെഷൻ, പിന്നെ കുറച്ച് മെഡിക്കൽ ഫെസിലിറ്റീസിൻ്റെ കേസും ഒക്കെയാണ് ഇനി വരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒറ്റ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. ലീവ് ട്രാവൽ കൺസെഷനും മെഡിക്കൽ ഫെസിലിറ്റീസാണ് മെയിൻ ആയിട്ടുള്ളത്, ബാക്കി ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഐറ്റംസ് ഉണ്ട് പറയാൻ. അത് കഴിഞ്ഞ് പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിലോട്ട് പോകാം. ഒരൊറ്റൊരു വീഡിയോ കൂടി ചെയ്താൽ തീരും.
ഓക്കെ, സോ പാർട്ട് 1 ഇവിടെ തീരുന്നു. പാർട്ട് 2 നോക്കാം അടുത്തത്.